നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. ഈ ജൂലൈ 31 തീയതിയാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി. സ്ഥിരമായി ഫയൽ ചെയ്യുന്നവർക്ക് പലർക്കും ഈ ഡേറ്റ് ഓർമ്മയുണ്ടാവും. എന്നാൽ ഇത്തരത്തിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആദ്യത്തെ നമുക്ക് TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീഫണ്ട് ലഭിക്കും എന്നുള്ളതാണ്. എന്താണ് TDS? നമുക്കറിയാം, ഇൻട്രസ്റ്റ് ഒക്കെ ലഭിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചിത എമൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്കുകൾ അതിൽ നിന്ന് TDS പിടിച്ചിട്ട് ബാലൻസ് എമൗണ്ടാണ് നമുക്ക് തരുന്നത്. ഇത്തരത്തിൽ TDS പിടിക്കുന്ന ഈ എമൗണ്ട് നമുക്ക് ഇൻകം സ്ലാബിൻ്റെ പരിധിയിൽപ്പെടുന്ന ഒരാളല്ലെങ്കിൽ കൃത്യമായി ഇൻകം ടാക്സ് ഫയൽ ചെയ്താൽ ആ എമൗണ്ട് തിരിച്ചു കിട്ടും. പലപ്പോഴും ബാങ്കിൽ നിന്ന് TDS പിടിച്ചു കഴിയുമ്പോൾ പലർക്കും ഇതേപ്പറ്റി അറിയില്ല. അപ്പോൾ അത്തരത്തിൽ ഈ TDS നഷ്ടപ്പെടുകയാണ് കൂടുതലും സംഭവിക്കാറുള്ളത്. ഇത്തരത്തിൽ അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിൽ നിന്ന് പിടിച്ച TDS തിരിച്ചു കിട്ടാനുള്ള ഒരു പ്രധാന മാർഗ്ഗമാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക എന്നുള്ളത്. ഇൻകം സ്ലാബിൻ്റെ പരിധിയിൽ വന്നില്ലെങ്കിൽ പോലും TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്താൽ ഈ TDS എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. രണ്ടാമത്തെ ഗുണം, ഈ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇൻകത്തിനുള്ള ഒരു പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ളതാണ്. പലപ്പോഴും സാലറി കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സാലറി കിട്ടുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രൂഫുണ്ട്, അല്ലെങ്കിൽ ഫോം 16A നമുക്ക് കിട്ടും. ഇത്തരത്തിലൊരു പ്രൂഫുണ്ട്. ഇപ്പോൾ അത്തരത്തിൽ അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യുന്ന ഒരാൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുകയാണെങ്കിൽ ആ ഫയൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ ഇൻകത്തിനുള്ള ഒരു പ്രൂഫായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും സബ്മിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഗുണം, ചില വിസ പർപ്പസ് കാനഡ, USA എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നവരോട് ഇത്തരത്തിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്തതിനുള്ള രേഖകൾ പലപ്പോഴും അതോറിറ്റികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇത്ര ഇൻകം ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തെളിവാണ് ഇത്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ പോകുന്നവർക്കും ഇത്തരത്തിലുള്ള ടാക്സ് ഫയൽ ചെയ്തതിൻ്റെ രേഖകൾ ഗുണപ്പെടും. അടുത്തത്, നമുക്ക് ഇൻകം ടാക്സിൽ നിന്നുള്ള ഒരു നോട്ടീസ് ഒഴിവാക്കാം എന്നുള്ളതാണ്. നമുക്കറിയാം, ഇൻകം ടാക്സ് ഫയൽ ചെയ്യാത്തവർ ഇപ്പോൾ 10 ലക്ഷം അല്ലെ 15 ലക്ഷം രൂപയുടെ കാർ വാങ്ങിക്കുമ്പോൾ അവിടുന്ന് തന്നെ ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ പോകും. ഇത്ര എമൗണ്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ ബാങ്കിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ പോകും. നമ്മൾ കൂടുതൽ എമൗണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ അവിടുന്ന് തന്നെ ഇത്തരത്തിലുള്ള രേഖകൾ ഇൻകം ടാക്സിൻ്റെ പക്കൽ കിട്ടും. നമ്മൾ കൂടുതലും ഓർക്കുക, പാൻ നമ്പർ ആയിരിക്കും പലപ്പോഴും ഇവിടെയൊക്കെ തെളിവായിട്ട് ചോദിക്കുക. അപ്പോൾ ഈ പാൻ വെച്ച് നമ്മളെ ട്രാക്ക് ചെയ്യുന്നതിനാൽ നമ്മളുടെ വരവും ചെലവും എല്ലാം ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ തന്നെ വരും. അപ്പോൾ അത്തരത്തിൽ ഇൻകം ടാക്സ് ഇന്ന കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് IT ഫയൽ ചെയ്തില്ല എന്ന് ഉള്ളൊരു ചോദ്യം ഒഴിവാക്കാൻ നമുക്ക് ഇത്തരത്തിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. മറ്റൊന്ന്, ചിലപ്പോൾ ചില ടേം ഇൻഷുറൻസുകളൊക്കെ എടുക്കുന്നതിന് വലിയ തുകയ്ക്കുള്ള ടേം ഇൻഷുറൻസുകളൊക്കെ എടുക്കുമ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇതിനുള്ള അർഹതയുണ്ടോ, ഇൻകം ലഭിക്കുന്നുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഇത്തരം ഇൻഷുറൻസ് കമ്പനികൾ നമ്മളോട് ഇതുപോലെ ഇൻകം ടാക്സ് അടച്ചതിൻ്റെ പ്രൂഫ് ചോദിക്കാറുണ്ട്. മറ്റൊരു ഗുണം, ലോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പല ആൾക്കാരും പേഴ്സണൽ ലോൺ മുതൽ പല ലോണുകളും ഇപ്പോൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ലോൺ എടുക്കുന്ന സമയത്ത് ഇൻകത്തിൻ്റെ തെളിവായിട്ട് ഏറ്റവും വിശ്വസിക്കാവുന്നത് ഇതുപോലെ ഇൻകം ടാക്സിൻ്റെ അടച്ചതിൻ്റെ രേഖകളാണ്. ഇത്തരത്തിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ലോൺ ലഭിക്കുന്നതിന് ഇൻകം ടാക്സിൻ്റെ രേഖകൾ വളരെയധികം പ്രയോജനപ്പെടും. ഇത്രയും കാര്യങ്ങളാണ് ഇൻകം ടാക്സ് അടച്ചുകൊണ്ട് സാധാരണഗതിയിൽ ഒരാൾക്ക് ലഭിക്കാവുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ. ഇതേക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ മതി.